വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആ ജോണേട്ടാ. ആ ഇതെന്താടത്? ഇത് പണിക്കാരുടെ എന്തോ ഒരു സംഭവമാണ്. നാളെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞേക്കണത്. ആ എന്തൊക്കെയുണ്ടോ വർഗീസേ? ഓ അങ്ങനെയൊക്കെ അങ്ങ് സുഖമായി സന്തോഷത്തോടെ പോകുന്നു ചേട്ടാ. അത് കൊള്ളാലോടാ. സാധാരണ ഇങ്ങനെ ചോദിക്കുമ്പോഴേ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് ആളുകൾ ഒരു ഉത്സാഹവും ഇല്ലാതെ പറയാറാണുള്ള പതിവ്. ജീവിതത്തിൽ ചേട്ടാ നമ്മള് കറക്റ്റ് ട്രാക്കിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാൾക്കേ എപ്പോഴും എന്നെപ്പോലെ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയാൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചേക്കണത്. എന്താണ് ഈ കറക്റ്റ് ട്രാക്ക്? വലിയ രീതിയിൽ വിസ്തരിക്കാതെ പറഞ്ഞാ മതി മതി മതി, ചുരുക്കി പറഞ്ഞാ മതി. ദൈവഭയത്തോടെ ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ, അത്രേ ഉള്ളൂ. ഓ, ഒറ്റ വാക്കിൽ പറഞ്ഞു കളഞ്ഞല്ലോ നീ. അല്ല, എന്നെന്തിനപ്പം നീ വിളിച്ചത്? ചേട്ടൻ ഇപ്പൊ നമ്മുടെ ഫാമിലി വീട്ടിന്റെ പ്രാർത്ഥനക്കൊന്നും കാണാറില്ലല്ലോ. അങ്ങനെ നിസ്സാരമായിട്ട് പ്രാർത്ഥനയെ കാണരുട്ടാ. ഞാൻ പറഞ്ഞു വരുന്നത്. നിർത്തിയേ. നീ ഇതെന്തിനുള്ള ഭാവ? എന്നെ പ്രാർത്ഥനയ്ക്ക് വരുത്താൻ ഉപദേശിക്കാൻ പോവാ? എങ്കിൽ വേണ്ട. എടാ വർഗീസേ, നിന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ലല്ലോ. നാഴികയ്ക്ക് 40 വട്ടം കള്ളും കുടിച്ച് വഴക്കുണ്ടാക്കി ആളുകൾക്ക് ശല്യമായിട്ട് നടന്നവൻ എന്നെ ഉപദേശിക്കുന്നു. നീ നന്നായിന്നേ നിനക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ അതെനിക്ക് കൂടി ബോധ്യപ്പെടണം. അപ്പം ഞാൻ നിന്നോട് പറയാം, വർഗീസേ, എന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കുന്നു. അപ്പം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നന്നാക്കിയാൽ മതി. അപ്പം ഞാൻ വരട്ടടാ പ്രാർത്ഥനക്കാരാ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ലൂക്ക 6:22. നീ ഈ വഴി പോന്നു? ആഹാ, അപ്പൊ നിങ്ങൾ വരുന്നേള്ള? അല്ലടാ, ഇവൻ നേരത്തെ വന്നതാ. എന്നിട്ട് തിരികെ പോയപ്പോഴാണ് എന്നെ കണ്ടത്. അല്ല, അപ്പൊ ഇവിടെ പ്രസിഡന്റ് ഇല്ലേ? ആളിവിടെ ഉണ്ടെന്നേ. ഞാൻ വന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോയതാ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയതാ. എങ്കിൽ വാങ്ങ. എത്തിയോ? കെന്നറ്റ് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഇപ്പം വരാന്നും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ, അല്ലേ കെന്നത്തെ? ഞാൻ പറഞ്ഞു പ്രസിഡന്റ്, കൂട്ടത്തില് യുവാക്കളെ പ്രേരണ വരുത്തണമെന്നുള്ള അഭിപ്രായവും ഞാൻ പറഞ്ഞു. അത് വളരെ നല്ല അഭിപ്രായമാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. യുവാക്കളെ മാത്രമല്ല, ഇനിയും പ്രേരണ വരാത്ത ആളുകളെ കൂടി ഫാമിലി യൂണിറ്റിലേക്ക് പ്രേരണ നമ്മൾ കൊണ്ടുവരണം. സംഗതിയൊക്കെ ശരിയാണ്. ഇതും പറഞ്ഞ് നമ്മൾ ഓരോരുത്തർക്ക് ചെല്ലുമ്പോണ്ടല്ല ഈ മുള്ളും മുനയും വെച്ചിട്ടുള്ള ഓരോരുത്തർ വർത്താനങ്ങളൊക്കെ ഉണ്ടതേ. അതാണ് എനിക്ക് പ്രാന്താണത്. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്നു വരാം. 2 തിമോത്തി 2:24-25 അത് പാടില്ല. അങ്ങനെ പറയരുത്. എതിർക്കുന്നവരോടും ദേഷ്യം തോന്നുന്നവരോടും എതിർക്കുകയല്ല വേണ്ടത്,
അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ കൂട്ടുക വേണ്ടത്. അല്ല, അങ്ങനെ മുള്ളും മനയും വെച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞത് ആരാ? വേറെ ആരുമല്ല, നമ്മുടെ ഇല്ലിക്കല ജോസഫേട്ടനില്ലേ, അയാളാണ്. പുള്ളിയൊക്കെ അങ്ങനെ പറയൂ? ഞായറാഴ്ചകളിൽ കൃത്യമായിട്ട് പള്ളിയിലൊക്കെ വരുന്ന ജോസഫേട്ടൻ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ എന്ത് മുള്ളും മോനെയും വെച്ച് സംസാരിക്കാനാ? അതെ, അങ്ങേർക്ക് താല്പര്യമില്ലെങ്കിൽ വരായിരുന്ന പോരെ. അല്ല, അങ്ങേരെന്താ എന്നോട് പറഞ്ഞത്? നീ നിന്റെ കാര്യം നോക്കടാ. എടാ, ഞാൻ നിന്നോട് ഇത് പറയണല്ല, പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. നീ പണ്ട് എങ്ങനെ നടന്നവനാണെന്ന് എനിക്കറിയാം. ആദ്യം സ്വയം നന്നായെന്ന് നിനക്ക് തോന്നുന്ന കാര്യം മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടട്ടെ, എന്നിട്ട് ഈ വക വർത്താനം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതിയെന്ന്. ഞാനാകെ ചൂളിപ്പോയില്ലേ. അതും മോശമായി പോയി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി. പിന്നെ പ്രാർത്ഥനയുടെ കാര്യമായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ. ഇനി അത് വിടുന്നേ. അയാൾ വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഇവിടെ നിന്നിങ്ങനെ നമ്മൾ വിവരക്കേട് പറയണോ? പ്രസിഡന്റ് എന്നാ ഒന്നും മിണ്ടാത്ത? അല്ല ജോയി, ഈ ജോസഫിനോട് നമുക്കൊന്ന് സംസാരിക്കേണ്ടി വരും. ഷേ, എൻ്റെ കാര്യമാണെങ്കിൽ ഞാനത് അപ്പോഴേ അവിടെ വെച്ച് വിട്ടതാണ് പ്രസിഡന്റ്. ഏയ്, ഇതല്ലെന്നേ, ഇതിലും കുറച്ച് സീരിയസ് ആയ കാര്യം വേറെയുണ്ട്. ഇതുകൂടാതെ വേറെന്ത് സീരിയസ് കാര്യം? ഇനി അയാള് പ്രസിഡന്റ് വല്ലതും പറഞ്ഞോ? എന്നെ പറയാനാണെങ്കിലേ അയാൾ ഒന്നുകൂടി ജനിക്കണം. പിന്നെ എന്താണ് പ്രസിഡന്റ് കാര്യം? അയാളുടെ ഭാര്യ മോളിക്കുട്ടി, അവൾ ഇയാളെ പറ്റി വളരെ മോശമായിട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് എന്തായി പറഞ്ഞത്? അയാളെ പറ്റി ഭാര്യ മോശപ്പെട്ട കാര്യം പറഞ്ഞു? നിങ്ങൾക്കറിയോ, അയാൾ അയാളുടെ ഭാര്യയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും ദേഷ്യം വന്ന അടുക്കളയിലിരിക്കുന്ന ഗ്ലാസും കയ്യിലും ഒക്കെ തല്ലി പൊട്ടിക്കുകയും ഒടിക്കുകയും ഒക്കെ ചെയ്തെന്ന്. കയ്യല്ല, കയ്യില് ഈ ചോറൊക്കെ കോരുന്നു. ആയിക്കോട്ടെ, ഒരു വീട്ടിലെ കയ്യിലൊടിക്കാന്ന് പറഞ്ഞാലേ അയാൾ അയാളുടെ ഭാര്യയുടെ കൈ ഒടിക്കുന്ന തുല്യല്ലേ? അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. പ്രഭാഷകൻ 11-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അല്ല, എന്നാണ് ഈ സംഭവം നടന്നത്? ഇത് അയാളുടെ ഭാര്യ മോളിക്കുട്ടി എന്നോട് പറഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞു. ഈ ഒരു കാര്യത്തിന് ഈ ജോസഫിനെ വിളിച്ചൊന്ന് ഉപദേശിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. തിരക്ക് കാരണം വൈകിപ്പോയതാ. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഓ, ഇനി അത് വേണോ? 1.5 മാസം മുമ്പെന്ന് പറയുമ്പോ പ്രസിഡന്റ് അത് വേണോ? അത് ശരിയാ. ആ സമയത്ത് തന്നെ ചോദിച്ചിരുന്നെങ്കിൽ, തിരുത്തിയിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായാലും. ഒരുപക്ഷെ വർഗീസിനോട് ഇന്ന് അയാൾ ഉള്ളും മുന്നേം വെച്ച് സംസാരിക്കുകയില്ലായിരുന്നു. ഇന്നലെ ശരിയാ പ്രസിഡന്റ്, നമ്മൾ പറയാറില്ലേ ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാണെന്ന്. ഇപ്പൊ ആ പരുവായി പോയില്ലേ? നിങ്ങൾ അങ്ങനെ പറയരുത്. ഒരു സ്ത്രീയുടെ പ്രയാസം ഒരു സ്ത്രീക്കേ മനസ്സിലാവൂ. ശരിയാ, എന്റെ തിരക്കുകൾക്കിടയിൽ എനിക്കതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ആ മോളിക്കുട്ടി ഇപ്പോഴും അയാളുടെ ഉപദ്രവങ്ങൾ ക്ഷമിച്ചും സഹിച്ചും അടിമയെപ്പോലെ കഴിയുകയാണെങ്കിലോ? സ്ത്രീ അബലയല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതൊരു പോയിന്റാണ്. അയാളുടെ സ്വഭാവം അടുത്തറിയാവുന്ന ഒരാളുടെ നിലക്കേ അത് ശരിയായിരിക്കാം. ഒന്ന് ഉപദേശിക്കുന്നതേ എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങളുടെ രണ്ടാളുടെ അഭിപ്രായം അതാണെങ്കിൽ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. ജോയി എന്ത് പറയണു? ഒരാൾ നന്നാവുകയും മറ്റൊരാളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മുടെ ഇടപെടൽ കൊണ്ട് മാറുമെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്ക് പോകാം, ഉപദേശിക്കാം. നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാ മതി. ആ കശ്മലന്റെ ക്രൂരതയുടെ മുന ഒടിച്ചു കളഞ്ഞ് നല്ല തിളങ്ങുന്ന കണ്ണാടിയാക്കി തരാൻ ഞാൻ. നിങ്ങൾ നിൽക്കാം, ഞാൻ കൊടയൊന്നും എടുക്കട്ടെ. അയാളെ ഇത്ര വേഗം ഒതുക്കാനുള്ള വഴി തെളിയുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഫാമിലി യൂണിറ്റിലെ പ്രസിഡന്റ് ഇല്ലേ, ഈ ഫാമിലി യൂണിറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളല്ലട്ടാ. ഒരു പഞ്ചായത്തിൽ വേണ്ട, ഒരു MLA ആണോന്ന് ഞാൻ പറയുള്ളൂ.
ദേ വരണ്ട്. പോകാ. ആ ആ ആ നടക്കാം. ഇനി എന്നെ കാണുമ്പോ അങ്ങേർക്കത് ഇഷ്ടപ്പെടാതെ വരുമോ? അല്ല അതെന്തിനാ? അല്ലെന്നേ, ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം കിടപ്പുണ്ടല്ല. അത് ശരിയാണല്ലോ. നിങ്ങളിങ്ങനെ സംശയിച്ചാലോ? എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. ഈ കാര്യത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അയാളുടെ ഇഷ്ടക്കേടൊന്നും അല്ല, തീ അബലയല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാ മതി. ഈ പ്രസിഡന്റ് എന്തൊക്കെയാണ് ഈ പറയണത്? എന്താ? ഈ വിഷയം നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ലെന്നേ. പക്ഷെ എന്നെ കാണുമ്പോഴേ ഇനി വല്ല ഉടക്കാൻ വരുമെന്നാണ് എന്റെ പേടി. എങ്കി എനിക്കൊന്ന് കാണണമല്ലോ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അയാളുടെ കുടുംബത്തിന്റെ നവീകരണത്തിനും ഉന്നമനത്തിനും വേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് അയാൾ മനസ്സിലാക്കണ്ടേ? വർഗീസ് പേടിക്കാതിരിക്കുക. അല്ല, എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ വാന്നേ. പിന്നെ അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കി അങ്ങ് പോട്ടെന്ന് വയ്ക്കണം. നിങ്ങക്ക് മുന്നിൽ ഞാനില്ലേ? ആ വാ. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 10-ാം അധ്യായം 12-ാം വാക്യം. വാ. വാ. ആ ഹലോ മോളിക്കുട്ടി. ആ ഞാൻ ചായ കുടിച്ചു. രാവിലെ നീ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ദോശ ചമ്മന്തിയും കഴിച്ചു. ആ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ അത് കുഴപ്പമില്ല. നീ അമ്മയ്ക്ക് നല്ല സുഖമായി കഴിഞ്ഞിട്ട് പോന്നാ മതി. ഓ എൻ്റെ കാര്യം അങ്ങ് വിട്ടേര്. ആ അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഉച്ചക്കത്തേക്ക് നീ ചോറ് റെഡിയാക്കി വെച്ചിട്ടല്ലേ പോയേക്കണേ? അത് ഞാൻ കഴിച്ചോളാന്നേ. വൈകിട്ടത്തേക്കല്ലേ? ആ അതെന്തെങ്കിലും ഞാൻ ചെയ്തോളാം. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ എന്തോ വീണു. ഓലമടലായിരിക്കും. അതാ ടാങ്കിൻ്റെ മുകളിലെങ്ങാനും കൊണ്ടാലേ ശരിയാവില്ല. അതൊന്ന് നോക്കാനായിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോവാൻ ഞാൻ. അപ്പം ശരിയെന്നാ, ഒന്ന് വെയിലറിയിട്ടേ ഞാനങ്ങോട്ട് വരാം. ആ നീ വച്ചോ. കണ്ടിട്ടിവിടെ ആരും ഇല്ലെന്ന് തോന്നട്ടോ. അത് ശരിയാട്ടോ, നമ്മളൊന്ന് വിളിച്ചിട്ട് വരണ്ടായിരുന്നു. അല്ല, പ്രാർത്ഥനക്കാര് മുഴുവനുണ്ടല്ലോ. നിങ്ങളൊന്നല്ലേ, ഞാൻ ഇപ്പൊ താഴേക്ക് വരാം. ഒരു ഉളുക്ക് തോന്നല്ലേ ആ സംസാരത്തിലേ? ഏയ് അതയാളൊരു കുശലം ചോദിച്ചതല്ലേ. എന്താണെങ്കിലും ഇന്ന് നമ്മൾ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പോകൂ. അവള് മോളിക്കുട്ടി ഇവിടെ ഇല്ലേ? അവളുടെ വീട് വരെ ഒന്ന് പോയിരിക്കുക. അതുകൊണ്ട് ഒരു ചായ തരണമെങ്കിൽ പറ്റില്ല. നിങ്ങൾ അകത്ത് കയറിയിരിക്കേ. ആ ആര് വർഗീസോ? ആ കനറ്റെ ജോയി. ആ ഇപ്പൊ നമ്മുടെ ഫാമിലി യൂണിറ്റ് പ്രസിഡന്റ് ആനി അല്ലേ? അതെ. വാ അകത്തേക്ക് ഇരിക്കാം. ഏയ് ഞങ്ങൾ അകത്തോട്ട് കയറുന്നില്ല ഏട്ടാ. ആ അതെന്താ വന്ന കാലിലിങ്ങനെ നിന്നാലെങ്ങനെയാ? അല്ല പിരിവിന്റെ വല്ല പരിപാടിയാണ്? അല്ല ഏട്ടാ, ഞങ്ങൾ ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. ഓ അത്രേ ഉള്ളൂ. അതെ. അവിടെ അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. അപ്പോൾ അമ്മയൊന്ന് കാണാൻ വേണ്ടി പോയിരിക്കുക. ഞാനും പോകാനിരുന്നതാ. പെട്ടെന്ന് എന്തോ ഒരു തലവേദന പോലെ. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു ചേട്ടൻ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന്. അങ്ങനെ അവൾ പോയി. ഇപ്പതാ എനിക്ക് വലിയ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് എനിക്കങ്ങോട്ട് പോകണം. അല്ല എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ആ പിന്നെ വർഗീസേ, കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതേ നീ മനസ്സിൽ വെച്ചേക്കണ്ട. നമ്മൾ അങ്ങനെയൊക്കെ ആളുകളോട് പറയുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ?
ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ആള് അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലാണോ എന്ന് ഞാൻ മനസ്സിലാക്കണം. അന്ന് ഞാൻ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ലേ, അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞത്. എന്നോട് നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധം? അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ. ഓ, അല്ല തന്നെ അങ്ങനെ എനിക്ക് വിരോധം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവരെ കൂടി ഇവിടെ വരൂ? ഞാൻ ഇവരെ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ജോസഫേട്ടൻ എങ്ങനെയാ മറ്റുള്ളവരോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാറുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഒരു ചോദ്യത്തിന് ഉത്തരം മറുചോദ്യമല്ല, ഉത്തരമാണ്. ജോസഫ് ഏട്ടൻ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാണോ സംസാരിക്കാറുള്ളതെന്ന്. അത് മിക്കവാറും അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ ആ വിചാരം തെറ്റാണെന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ നിങ്ങള് ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചപ്പോ സത്യത്തിൽ ഞങ്ങളത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. എന്നിട്ടും ഞങ്ങൾ പ്രതികരിച്ചോ? അധിക്ഷേപ വാക്കുകൾ പറഞ്ഞോ? ഇല്ല. പകരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി ക്ഷമിച്ചും സഹിച്ചും അതെല്ലാം കേട്ടു നിന്നു. അപ്പോ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ നമ്മുടെ സംസാരവും പ്രവൃത്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ളതാവണമെന്നാണ്. ഇനി അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞാ എല്ലാം തീരുമെന്ന് കരുതരുത്. അല്ല, ഇതെല്ലാം എന്നോട് പറയുന്നത് എന്തിനാണ്? ഞാൻ ആരെങ്കിലും അങ്ങനെ വേദനിപ്പിച്ചോ? ഓ, അപ്പോഴാണ് വർഗീസിനോട് ഞാൻ അന്ന് വഴിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചോദിക്കാൻ വേണ്ടിയാണല്ലേ നിങ്ങളെല്ലാവരും കൂടി ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എടാ വർഗീസേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞതിലൊന്നും വിചാരിക്കരുതെന്ന്. ജോസഫേട്ടാ, ഇത് വർഗീസിന്റെ കാര്യമല്ല. പിന്നെ ആരുടെ കാര്യം ഈ പറയണത്? ഞാൻ ആരെ വേദനിപ്പിച്ചെന്നാ? അല്ല അത് ചേട്ടാ, ഈ അവരോടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയാം. ആ ഹതഭാഗ്യയായ ആള് നിങ്ങളുടെ ഭാര്യ തന്നെയാ. എന്ത്? ചേട്ടൻ ഭാര്യയായിട്ട് വഴക്കിട്ടപ്പോഴേ മോശമായിട്ട് സംസാരിക്കുകയും കയ്യിലും ഗ്ലാസും ഒക്കെ തല്ലിപ്പൊടിച്ച് കളയൊക്കെ ചെയ്തിരുന്നില്ലേ? കയ്യില് ഗ്ലാസും പൊട്ടി? ആ ഒടിക്കാൻ പൊട്ടിക്കുക ചെയ്തില്ലേ ഏട്ടൻ? എപ്പോ? ഇപ്പോഴെങ്ങൊന്നും അല്ല, ഒരു 1.5 മാസം മുമ്പാ. അങ്ങനെയുള്ള നിങ്ങൾക്കേ ഇങ്ങനെയുള്ള വലിയ വർത്താനങ്ങൾ പറയാൻ യാതൊരു യോഗ്യതയില്ല. യോഗ്യതയില്ലെന്നോ? ആ അതെ. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞതാ? നിങ്ങളുടെ ഭാര്യ മോളി ചേച്ചി തന്നെ. മോളി ചേച്ചിയുടെ സങ്കടവും പരാതിയും ഒക്കെ ഈ പ്രസിഡന്റിനോട് പറഞ്ഞു. ഈ പ്രസിഡന്റ് അത് ഞങ്ങളോടും പറഞ്ഞു. സത്യം പറഞ്ഞ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ വന്നത്. അതെ. ഓഹോ, എന്നെ പറ്റിയുള്ള പരാതി എന്റെ ഭാര്യ ഇവരോട് പറയുകയും ഇവരത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തി നന്നാക്കാൻ വന്നിരിക്കുകയല്ലേ? ദേ, ഒരു മിനിറ്റ്, ഞാൻ പോരാ. അതെ, അങ്ങേര് വല്ല വെട്ടികത്തിയ കോടാലി വല്ല എടുക്കാൻ വേണ്ടി പോയതാണാ? എങ്കിൽ പിന്നെ വെട്ടാൻ വരുന്നവരെ കാത്തു നിൽക്കണെന്തിനാ? ഇവിടുന്ന് അങ്ങോട്ട് വലുപ്പം പോയാ പോരെ? അവരവിടെ വന്നോ പോയൊന്നല്ല. നീ ഈ ഫാമിലി യൂണിറ്റ് പ്രസിഡന്റേ ആ ജോസിന്റെ ഭാര്യ ആനയോടെ ഞാൻ നിന്നെ ഉപദ്രവിക്കുകയും ഇവിടുത്തെ കയ്യിലൊടിക്കുകയും ഗ്ലാസ് പൊട്ടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞോ? എന്നാ ആ ജന്തു എന്നെ ഇപ്പൊ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴാടി ഇതൊക്കെ ചെയ്തത്? എവിടെയുണ്ട്? ആ ഹലോ, ആ മോളിക്കുട്ടി പ്രസിഡന്റാ. ആ ആനി തന്നെ. അല്ല, ഒരു 1.5 മാസം മുമ്പ് പള്ളി കഴിഞ്ഞു വരുമ്പോ എന്നോട് പറഞ്ഞില്ലേ ഈ ജോസഫ് ഏട്ടൻ വീട്ടിൽ ഭയങ്കര ബഹളമാണെന്നും ഗ്ലാസ് പൊട്ടിക്കുകയും കയ്യിലൊടിക്കുകയും ഒക്കെ ചെയ്തെന്ന്. ലില്ലിക്കുട്ടിയുടെ ഭർത്താവ് ജോർജ് കുട്ടിയോ? അപ്പൊ എന്നാ മോളിക്കുട്ടി അല്ലേ എന്നോട് പറഞ്ഞത്?
ആ ആ ആ ആ ആ ശരി ശരി ഇപ്പൊ കൊടുക്കാം. ഇതാ ജോസഫേട്ടാ. എന്താ ആ ഹലോ, നീ ഇങ്ങോട്ട് വാട്ടോ. നിനക്കുള്ളത് ഞാൻ അപ്പം തരാം. പള്ളിയിൽ കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് പോന്നോളണമെന്നും ഈ വക പരദോഷത്തിൽ നിൽക്കരുതെന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? കട്ടിയിടും. അല്ല അത് ജോസഫേട്ടാ, എനിക്കൊരബദ്ധം പറ്റിയതാ. ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞതേ മോളിക്കുട്ടിയല്ല, ജോർജ് കുട്ടിയുടെ ഭാര്യ ലില്ലിക്കുട്ടിയാ. ജോർജ് കുട്ടിയെ പറ്റിയേ മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവു തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എന്താ അല്ലെങ്കിൽ ഇനിയും കിട്ടും. ഇതെങ്ങാട്ട് പോണേ? എടാ എന്റെ ഒരു ചെരുപ്പ് ഊരിപ്പോയെന്ന്. അത് ആ വഴി കിടപ്പുണ്ട്. എടാ പിന്നെ നിനക്കൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു. പിന്നെ എനിക്ക് അതിന്റെ നേരം. കിളവന്റെ തല്ലാതെ ഭാഗ്യം. അതിന്റെ ചെരുപ്പെടുക്കാൻ നിൽക്കണം. വേറെ പണിയില്ല. അയാൾക്ക് എന്റെ സ്വഭാവേ ശരിക്കും അറിയാൻ പാടില്ല ചേട്ടാ. എന്നാലും എന്റെ പ്രസിഡന്റ്, ഇത് കൊല ചതിയായി പോയിട്ടോ. നിങ്ങൾ പിടിച്ചില്ലാതെ കണ്ടല്ല, അയാൾ ഈ ജന്തുവിനെ ഈ പ്രസിഡന്റിനെ ചവിട്ടി കൊന്നേനെ. ഓ എന്റെ അമ്മോ. അതെ, ഇനി എന്താ പരിപാടി? നമുക്കേ ആ ലില്ലിക്കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ ആ ജോർജ് കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയാലോ? ഇതെവിടെ പോയി? പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.